വെൽക്കം ടു ഹീലിംഗ് ത്രൂ ടാറോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കറണ്ട് എനർജി, നിങ്ങളുടെ ഗൈഡൻസ്, നിങ്ങളുടെ ഔട്ട്കം എന്താണെന്നാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 കാർഡ് ഷഫിൾ ചെയ്തെടുക്കുകയാണ്. നിങ്ങളുടെ കറണ്ട് എനർജി, നിങ്ങളുടെ ഗൈഡൻസ്, നിങ്ങളുടെ ഔട്ട്കം. നമുക്ക് നോക്കാം എന്താണ് വന്നിരിക്കുന്നതെന്ന്. നിങ്ങളുടെ കറണ്ട് എനർജി എന്ന് പറയുന്നത് ദ ഡെവിൾ കാർഡാണ്. അതായത് നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രലോഭനങ്ങളും ആസക്തിയും ഒക്കെ ഉണ്ടാകുന്നതായിട്ടാണ്. നിങ്ങൾക്ക് മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും അതേപോലെ ചെയ്യാൻ പറ്റുന്നില്ല. ഏതോ ഒരു ശക്തി നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതാണ് നിങ്ങളുടെ കറണ്ട് എനർജി എന്ന് പറയുന്നത്. നിങ്ങളുടെ ഗൈഡൻസ് എന്ന് പറയുന്നത് സൺ കാർഡാണ്. നിങ്ങൾക്ക് എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾക്ക് തടസ്സങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് നിങ്ങളുടെ ഗൈഡൻസ് കാണിക്കുന്നത്. ഒരു കൊച്ചുകുട്ടിയുടെ എനർജി പോലെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചെടുക്കാൻ സാധിക്കും. എല്ലാത്തിനും ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടാകുന്നുണ്ട്, ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്നുണ്ട്, സക്സസ് ഉണ്ടാകുന്നുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കതിൽ നിന്നും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതാണ് നിങ്ങളുടെ ഗൈഡൻസ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ വരുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ ഗൈഡൻസ് സണ്ണാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഔട്ട്കം എന്താണെന്ന് ചോദിക്കുമ്പോൾ പേജ് ഓഫ് സോർട്സ് ആണ്. ഒരു കുട്ടിയുടെ എനർജിയാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഉറപ്പില്ല. ബട്ട് ഇരുന്നാലും നിങ്ങൾക്കത് ചെയ്ത് തീർക്കാം എന്നുള്ളൊരു ആത്മവിശ്വാസം നിങ്ങളുടെ ഉള്ളിലുണ്ട്. എന്ത് കാര്യം ചെയ്താലും അത് സക്സസ്സിൽ കൊണ്ടെത്തിക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് നിങ്ങൾക്ക് ഉള്ളത്. അത് കാരണം നിങ്ങൾ മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. പുതിയ ആശയങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ തുടങ്ങാൻ ഇരിക്കുകയാണെങ്കിൽ അതെല്ലാം മുന്നോട്ട് കൊണ്ടുപോയി തുടങ്ങാനാണ് പറയുന്നത്. നിങ്ങളുടെ കറണ്ട് എനർജിയിൽ നിന്നും നിങ്ങളുടെ ലൈഫിലേക്ക് മുന്നോട്ടുള്ള ഒരു സക്സസ് നിങ്ങൾക്ക് വളരെ നല്ലൊരു പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക, അല്ലാത്തവർ വിട്ടുകളയുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ടേക്ക് കെയർ.